പാലക്കാട് മണ്ഡലത്തിൽ വോട്ടിന് പണം നൽകിയെന്ന പരാതിയിൽ ഫ്ലൈയിംഗ് സ്ക്വാഡ് അന്വേഷണം നടത്തി ജില്ലാ കളക്ടർ റിപ്പോർട്ട് സമർപ്പിച്ചതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിക്കുന്നു. ഷഫീദ് റാവുത്തറുണ്ട് തിരുവനന്തപുരത്ത് എന്ന വിവരങ്ങളുമായി. ഷഫീദ്, വലിയൊരു ആരോപണമായിരുന്നു ഉണ്ടായിരുന്നത്. ഇത്തരത്തിൽ കണ്ണാടിയിലാണ് BJP സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള ആളുകളെത്തി പണം നൽകിയതെന്ന ഒരു പരാതി ഉയർന്നത്. ഇതിപ്പോൾ കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ, അല്ലേ? നിശബ്ദ പ്രചരണ ദിവസവും സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ വിവാദം നടന്നത് പാലക്കാടാണ്. BJPയെ പ്രതിരോധത്തിലാക്കി വോട്ടിന് പണം നൽകിയെന്നുള്ള ആരോപണം, അതല്ലെങ്കിൽ ദൃശ്യങ്ങൾ സഹിതമുള്ള ചില വിവരങ്ങൾ പുറത്തു വന്നത്. പിന്നാലെ അവിടുത്തെ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ നേരിട്ടെത്തി ചില വിശദീകരണം നൽകുകയുമൊക്കെ ചെയ്തിരുന്നു. എന്നാൽ ഈ ദൃശ്യങ്ങൾ പ്രചരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പാലക്കാട് ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടിയിരുന്നു. ആ റിപ്പോർട്ടാണ് ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ മുൻപിലേക്ക് എത്തിയിരിക്കുന്നതിൽ പറയുന്നത് ഈ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ജില്ലാ തെരഞ്ഞെടുപ്പ് വിഭാഗം ഉടൻ തന്നെ ഫ്ലൈയിംഗ് സ്ക്വാഡിനെ സ്ഥലത്തേക്ക് അയച്ചു. മാധ്യമങ്ങളിൽ പരാമർശിക്കപ്പെട്ട കണ്ണാടി സ്വദേശിനി അവരുടെ മൊഴി രേഖപ്പെടുത്തി. എന്നാൽ തനിക്ക് പണം ലഭിച്ചിട്ടില്ലെന്ന് അവർ മൊഴി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് പാലക്കാട് ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട്. പ്രധാന സാക്ഷി പണം ലഭിച്ചത് നിഷേധിച്ചെങ്കിലും സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് കൂടുതൽ വിശദമായ അന്വേഷണം ആവശ്യമാണെന്ന് പാലക്കാട് ജില്ലാ കളക്ടർ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് ഏതായാലും ആ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതായത് ആദ്യഘട്ടത്തിൽ മാധ്യമങ്ങളോട് ആ സ്ത്രീ പറഞ്ഞത് താൻ പണം വാങ്ങിയെന്നുള്ളത്, എന്നാൽ പിന്നീട് അവർ നിഷേധിക്കുന്ന സാഹചര്യമുണ്ട്. ഏതായാലും ഈ സാഹചര്യത്തിന് ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് ഈ വിഷയത്തിൽ ഗൗരവമുള്ള അന്വേഷണം നടത്തണമെന്നാണ് പാലക്കാട് ജില്ലാ കളക്ടർ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. മാത്രമല്ല, ജനപ്രാതിനിധ്യ നിയമത്തിന്റെയും പെരുമാറ്റച്ചട്ടത്തിന്റെയും ലംഘനം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ഔദ്യോഗികമായി തിരഞ്ഞെടുപ്പ് നിരീക്ഷകർക്കും പോലീസ് വിഭാഗത്തിനും റിപ്പോർട്ടിന്റെ പകർപ്പ് ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ട്. റിപ്പോർട്ട് പരിശോധിച്ച ശേഷം കൂടുതൽ നടപടികളെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇപ്പോൾ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുകയാണ്. ഏതായാലും പാലക്കാട്ടെ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ മണിക്കൂറുകളൊക്കെ നമ്മൾ ചർച്ച ചെയ്ത വലിയ വിവാദത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ മുൻപിൽ പ്രാഥമിക റിപ്പോർട്ട് എത്തിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ പണം വാങ്ങിയിട്ടില്ല എന്നാണ് ആ സ്ത്രീ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ കൂടുതൽ വിശദമായ അന്വേഷണം നടത്തുമെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ ഇപ്പോൾ ഔദ്യോഗികമായി അറിയിക്കുന്നത്. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.